കേരളത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായി വേണ്ട സർട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? നമുക്കതൊന്ന് നോക്കിയാലോ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കമ്പനി രജിസ്ട്രേഷനാണ്. നിങ്ങൾക്കൊരു പ്രൊപ്രൈറ്റർഷിപ്പോ അല്ലെങ്കിൽ ഒരു LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. പ്രൈവറ്റ് ലിമിറ്റഡ് ഒക്കെ ഒരു ഫണ്ട് റൈസിൻ്റെ സമയത്ത് മതിയായിരിക്കും. പിന്നെ ലീസ് ഡീഡ് വേണം. അത് കമ്പനി രജിസ്ട്രേഷൻ സമയത്ത് തന്നെ ആവശ്യമുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. പിന്നെ വേണ്ടത് GST ആണ്. GST ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് ട്രേഡ് നടക്കുന്നുണ്ടെങ്കിൽ GST കമ്പൽസറി ആണ്. അതല്ലാതെ നിങ്ങളൊരു D2C കമ്പനിയാണ്, നിങ്ങളുടെ ആനുവൽ ടേൺ ഓവർ ഒരു മോർ ദാൻ 40 lakhs ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ GST കമ്പൽസറി ആയിരിക്കും. പിന്നെ അതല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഒരു സർവീസ് ബേസ്ഡ് കമ്പനിയാണ്, നിങ്ങൾക്ക് മോർ ദാൻ 20 lakhs ആണ് നിങ്ങളുടെ ആനുവൽ ടേൺ ഓവർ എങ്കിൽ അപ്പോഴും GST കമ്പൽസറി ആണ്. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഉദ്യം സർട്ടിഫിക്കറ്റ് ആണ്. ഉദ്യം നിങ്ങളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിൽ എവിടെയെങ്കിലും മാനുഫാക്ചറിങ് ഇൻവോൾവ് ആണെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ വേണം. ഒരു 5 സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ ആണ്. അതുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. ജസ്റ്റ് എടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അടുത്ത് വരുന്നത് മുനിസിപ്പാലിറ്റി ലൈസൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കറണ്ട് അക്കൗണ്ട് ഒക്കെ തുടങ്ങണമെങ്കിൽ ആവശ്യം വരും. അപ്പോൾ നിങ്ങളൊരു ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ K-Swift ത്രൂ സെൽഫ് രജിസ്ട്രേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള സ്റ്റോർ ആണെങ്കിൽ മുനിസിപ്പാലിറ്റി പോയിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ എടുക്കുകയും ചെയ്യാം. പിന്നെ വരുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ യുണീക്ക് ID ആണ് അടുത്തത് വരുന്നത്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, പക്ഷേ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ എന്തെങ്കിലും ഗ്രാൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്ത് വെക്കണം. പിന്നെ ഞാനിതിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. സോ താങ്ക് യു.